ദൈവത്തിന് എന്തുകൊണ്ടാണ് കൊടുക്കുവാൻ പറഞ്ഞത്? ദൈവത്തിന് സ്വജനതിനെ പറ്റി എൻ്റെ മനസ്സിൽ ധാരാളം ചിന്തകൾ ഈ ആഴ്ച കടന്നു വന്നു. ദൈവത്തിൻ്റെതാണ് എല്ലാം. എവരിത്തിങ് ഇൻ ദിസ് earth, everything in the universe belongs to the Lord, and therefore why the Lord asked us to give something to him? അതെൻ്റെ ഒരു വലിയ ചിന്താവിഷയമായിട്ട് വന്നു. കാരണം ദൈവം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പല ഭാഗങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തിന് കൊടുക്കുക അല്ലെങ്കിൽ ഗീവ് അൺ ടു ദ ലോർഡ്. ദൈവത്തിന് നമ്മുടെ പുകഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ പുകഴുവാൻ കഴിയുകയുള്ളൂ. അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മനുഷ്യര് നമ്മളെ ഒരു നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും പ്രയാസം തോന്നാറുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു നല്ല കാര്യം ചെയ്തിട്ട് അതിന് ആരെങ്കിലും ഒരു നന്ദി വാക്ക് പറഞ്ഞില്ലെങ്കിൽ മനുഷ്യരായ നമുക്ക് അങ്ങനെ തോന്നരുതെന്നാലും നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ ദൈവം എന്തിനാണ് ആരാധനയും മഹത്വവും പ്രതീക്ഷിക്കുന്നത്? എന്റെ മനസ്സിൽ കൂടെ ഈ ആഴ്ച ഇങ്ങനെ ചിന്തിക്കുവാനിടയായിട്ടുള്ളത്. Why God wants us to give him praises, why God wants us to give him glory, why God wants us to give him something. Hallelujah. അതിനേക വേദപുസ്തകത്തിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. നമ്മൾ പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ വളരെ എളുപ്പമാണ്. ഈ പ്രാസംഗികരായി ഞങ്ങൾ ചിലപ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾ പറയാറുണ്ട്. We say so many things. അല്ലെങ്കിൽ നമുക്ക് സാക്ഷ്യം പറയുവാൻ അധികം അവസരം കിട്ടാറില്ല. കിട്ടിയാലും നമുക്ക് പറയുവാനുള്ളത് there are so many things that the Lord has done for us, therefore we owe to him so much എന്ന് നമ്മൾ എല്ലാവരും പറയാറുണ്ട്, വ്യത്യാസം കൂടാതെ. എന്നാൽ ഇന്ന് പകൽക്കാലം is it just a lip service? നമ്മൾ നാക്കുകൊണ്ട് ഇങ്ങനെ പറയുന്ന ഒരനുഭവം മാത്രമാണോ നമുക്ക് വേണ്ടത് എന്ന് ദൈവത്തിന്റെ ആത്മായ വചനത്തിൽ കൂടെ എന്നോട് ഇടപെട്ടു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. God so loved the world that he gave his only begotten son. ലോകത്തെ ദൈവം ഏറ്റവും സ്നേഹിച്ചു, അതുകൊണ്ട് തന്നെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിന് നൽകി. ഹല്ലേലൂയ. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് നാം സർവത്രമായി അംഗീകരിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. There is a universal acceptance that God loves the world and loves the people, loves all of us. But why did God prove to us that he loved the world so much that he was willing to give his son to come to the earth, die for our sins and sacrifice himself on the cross of Calvary? And then Jesus, there is a verse on the sign over there, Jesus loved the church, Christ loved the church and gave his life for it. ക്രിസ്തുവോ സഭയെ സ്നേഹിച്ചു, തന്റെ ജീവൻ അവനായി കൊടുത്തു എന്ന് നമ്മുടെ ആ നോട്ടീസ് ബുള്ളറ്റിൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, സൈൻ ബോർഡിൽ. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ there is a love that gives. സ്നേഹം എന്ന് പറയുന്നത് അത് കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, അമേരിക്കയിലും ധാരാളം ആളുകളുണ്ട് ഐ ലവ് യു എന്ന് സാധാരണ അമേരിക്കയിൽ കേൾക്കുന്ന ഒരു പദമാണ്. എന്നാൽ കാര്യത്തോട് അടുക്കുമ്പോൾ do they really love the other person? You know, there are so many people that misuse that word. Similarly, as Christians, we can use the term I love you Lord. We can sing like that, we can preach like that, we can testify like that. Do we really mean it? Hallelujah. The real meaning of the term that I love you or I care for you is reflected by our giving to the Lord. ദൈവത്തിന് കൊടുക്കുമ്പോൾ മാത്രമാണ് ദൈവത്തോടുള്ള നന്ദി പ്രദർശിക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ കാലം എത്ര പേര് വിശ്വസിക്കുന്നു? അതുകൊണ്ടാണ് ദൈവം ആ ടെസ്റ്റ് വെച്ചിരിക്കുന്നത്. അല്ലാതെ ദൈവത്തിന് നമ്മളെ ഒന്നും വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ സ്തോത്രവും സ്തുതിയും അല്ലെങ്കിൽ നമ്മുടെ പണവും നമ്മുടെ അധ്വാനവും നമ്മുടെ ഉറക്കിളപ്പും നമ്മുടെ കണ്ണുനീരും ദൈവത്തിന് ആവശ്യമുണ്ടായിട്ടില്ല. He owns everything. ദൈവ സകലവും ഓൺ ചെയ്യുന്നവനാണ്. അവൻ എന്തുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്? He wants to prove, he wants to see whether you and I really love the Lord or just it's a lip service. നമുക്ക് ആവശ്യമുള്ളത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. ആരാധനയിലും there is a sacrifice. യാഗം എന്ന് പറയുന്നത് ഒരു സാക്രിഫൈസ് ആണ്. Is giving unto the Lord. ദൈവത്തിന് കൊടുക്കുന്നതാണ്. ഇവിടെ വന്നിരിക്കുന്നതല്ല. ആരാധനയില്ല എത്ര പേരോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തും. There is something burning in your heart. Lord, I love you. I have to give something to you in return. That is praises unto you. Hallelujah. ദൈവത്തിന് മഹത്വം. Hallelujah. Hallelujah. ഈ
ആരാധനയെ പറ്റി തന്നെ പറയുമ്പോൾ ഈ 50-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ ധാരാളം ആരാധന കഴിക്കുന്നുണ്ട്. ആ വാക്യം ഇപ്പോൾ ഞാൻ എല്ലായിടത്തും വായിക്കുന്നില്ല. യു ഓഫർ സോ മെനി സാക്രിഫൈസസ്, നിങ്ങൾ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും ഒക്കെ അർപ്പിക്കുന്നുണ്ട്. പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. You know why the Lord said that? You go through that psalm, you can read that. Because they were not sincere in offering unto Him. They do it as a routine. They do it as a practice. Because their fathers practiced it, they thought that they have to do it as a routine thing or something that is normal for them to do. If you have and I have that attitude when you come to the worship or serving the Lord, hallelujah. Amen. You know, the Lord is telling He doesn't need that kind of worship. ഞാനവിടെ മുൻപൊരിക്കൽ ഇങ്ങനെ പറയുവാനിടയായിത്തീർന്നു, ആത്മാർത്ഥതയില്ലാത്ത ആരാധനയും വേർപാടില്ലാത്ത സുവിശേഷവരെ ആ ഭാഗത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് വേണ്ട, ദൈവത്തിന് സ്തോത്രം. അതിനോടുള്ള ബന്ധത്തില് ഒരു വാക്കിലൂടെ വായിക്കട്ടെ. 1 Chronicles chapter 16 verse 29. എന്റെ വാക്കുകൾ വേഗത്തിൽ സമയം പോകുന്നുണ്ട്, അവസാനിപ്പിക്കാൻ പോവുകയാണ്. 1 Chronicles chapter 16 verse 29. Somebody may read in English also. Ascribe to the Lord the glory due His name. Bring an offering and come before Him. Worship the Lord in the splendor of His holiness. Hallelujah. രണ്ട് കാര്യം അവിടെ ദൈവത്തിന്റെ ആരാധനയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ. സ്തോത്രം. Give but read the psalm. Ascribe to the Lord the glory due His name. Glory due His name. Amen. അവന്റെ നാമത്തിന് തക്ക മഹത്വം, which is due to His name. Amen. Hallelujah. Jesus. We have to give it to Him. Then it says, കാഴ്ചയുമായി അവന്റെ സന്നിധിയിൽ ചെല്ലുവിൻ. എന്ന് പറഞ്ഞാൽ there should be something to offer to Him. It can be interpreted as in the Old Testament it was material things. They brought the fruits of their labor. അവരുടെ അധ്വാനത്തിന്റെ ഫലവുമായി അവർ ആരാധനാ സ്ഥലത്തേക്ക് കടന്നു വരുന്നു. ദൈവത്തിന് that's part of the worship. ആരാധനയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ ആരാധനയിൽ ഓഫറിംഗ് വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ വേല ലോകത്തിൽ നടക്കണമെങ്കിൽ നമ്മുടെ അധ്വാന ഫലം കൊടുക്കണമെന്ന് അങ്ങനെയാണ് ദൈവ വ്യവസ്ഥ വെച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിലോട്ട് ഇപ്പൊ കിടക്കുന്നില്ല. എന്നാൽ God wants us to offer Him. കാഴ്ചയുമായി അവന്റെ സന്നിധിയിൽ വരുവീൻ. ഈ ഭാഗത്തേക്ക് കാഴ്ചയുമായി അവന്റെ സന്നിധിയിൽ വരുവീൻ. Bring sacrifice before Him. Hallelujah. ഒന്ന് രണ്ട് വ്യവസ്ഥകളാണത്. ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കണം. രണ്ട്, കാഴ്ചയുമായി. നമുക്ക് എന്തെങ്കിലും ഇസ്രായേലിനോട് ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ വെറും കയ്യായ യഹോവയുടെ ആലയത്തിൽ ചെല്ലരുത്. Don't go to the house of the Lord empty handed. There should be something. I'm not talking about dollar. I'm talking about in the New Testament sense something in our heart to offer unto the Lord. ദൈവത്തിന് കൊടുക്കുവാൻ നമ്മൾ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, വിശുദ്ധ ഭൂഷണം ധരിച്ചുകൊണ്ട്. NLT വേർഷനിൽ in his holy splendor, ദൈവത്തിന്റെ ആ വിശുദ്ധിയിൽ വിശുദ്ധ ഭൂഷണം ധരിച്ചുകൊണ്ട്. ആ വാക്യങ്ങൾ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് വിവരിക്കുന്നില്ല, ഇവിടെ അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദാവീദ് നമ്മൾ ഈ 2 Samuel 24 24-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കിത് കാണുവാൻ കഴിയും. ആ വാക്യങ്ങൾ ഇപ്പോൾ എടുത്ത് വിശദീകരിക്കുവാൻ സമയമെടുക്കുന്നില്ല. ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഡേവിഡ് ഈസ് ടോക്കിംഗ് അബൌട്ട് വർഷിപ്പ്. അദ്ദേഹം പറയുന്ന ഇങ്ങനെ 24-20 അങ്ങനെയല്ല, രാജാവ് അരപ്നയോട് അങ്ങനെയല്ല, ഞാനത് നിന്നോട് വിലക്കേ വാങ്ങുകയുള്ളൂ, എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാല് ദാവീദിന് ഒരു സുവർണ്ണ അവസരം ലഭിച്ചു. ഒരു ചെലവും കൂടാതെ അവിടെ ഒരു കളം കിട്ടുവാനിടയായിരിക്കും. ദൈവത്തിന് ആരാധന കഴിക്കുവാൻ അത് പിന്നെ വായിച്ചാൽ മതി. എന്നാല് ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. I do not want to offer sacrifices without give it to the Lord without any sacrifices. കർത്താവിന്റെ വേല എന്ന് പറയുന്നത് സാക്രിഫൈസ് ഉള്ളതാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ഞാൻ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്,